ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് സ്റ്റോക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഐറ്റം ഇപ്പം നമ്മൾ സപ്ലയർ ചെയ്യുന്ന എന്താണ്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ എന്താണ്, നമ്മൾ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർക്ക് എന്താണ് കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻപുട്ട്, CGST ഇൻപുട്ട്, SGST എന്നൊക്കെ പറയുന്നത്. ഇത് സെയിം രീതിയിൽ തന്നെ എന്താണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് വോച്ചർ കാണിച്ചു. അതിനൊപ്പം തന്നെ എന്താണ് GST എങ്ങനെ കൊടുക്കാമെന്നും കാണിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഡ്വർടൈസ്മെന്റ് സർവീസ് പർച്ചേസ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സർവീസ് എങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് വോച്ചർ റെക്കോർഡ് ചെയ്യാം. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ബി പർച്ചേസ്ഡ് അഡ്വർടൈസ്മെന്റ് സർവീസ് ഫ്രം ടെക് മീഡിയ RS 45,000 രൂപ. അതായത് ടെക് മീഡിയ എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ അഡ്വർടൈസ്മെന്റ് സർവീസ് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ടെക് മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് സർവീസ് സപ്ലൈ ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലുള്ളതെന്ന് നോക്കുക. അയാൾ കേരളത്തിലുള്ളതാണ്. കാരണം അയാളുടെ GST നമ്പറിന്റെ ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോം സ്റ്റേറ്റ് പർച്ചേസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഏതൊക്കെ ആയിരിക്കും? ഇൻപുട്ട് CGST, ഇൻപുട്ട് SGSTയും ആയിരിക്കും അല്ലേ. തൽക്കാലം ഞാൻ എന്താണ് അത് മാറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഹോം സ്റ്റേറ്റ് പർച്ചേസ് പഠിച്ചായിരുന്നു. ഇനി ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ആണ്. നമ്മൾ വെസ്റ്റ് ബംഗാൾ 19 പറയുന്ന വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാളിലുള്ള ടെക് മീഡിയ എന്ന് പറയുന്ന ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ അഡ്വർടൈസ്മെന്റ് സർവീസ് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇയാളുടെ GST ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കണമെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണ്ടത് 2 രീതിയിലുള്ള ലെഡ്ജറുകളാണ്. ഒന്ന് ടെക് മീഡിയ എന്ന് പറയുന്ന പാർട്ടിയുടെ ലെഡ്ജറും അഡ്വർടൈസ്മെന്റ് സർവീസ് എന്ന് പറയുന്ന നമ്മൾ അഡ്വർടൈസ്മെന്റ് സർവീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഇപ്പൊ ബിസിനസ് നമ്മൾ മൊബൈൽ വിൽക്കുന്ന കടയിൽ അഡ്വർടൈസ്മെന്റ് സർവീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അല്ല, ഏത് സർവീസും സപ്ലയറുടെ കയ്യിൽ ഏത് സർവീസ് നമ്മൾ പർച്ചേസ് ചെയ്താലും അതെന്തായിരിക്കും? അത് എക്സ്പെൻസ് ആണ്. എന്ത് എക്സ്പെൻസ് ആണ്? 2 രീതിയിലുള്ള എക്സ്പെൻസ് ആണ്. ഒന്നെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ്. മൊബൈൽ വിൽക്കുന്ന കടയിൽ മൊബൈൽ സർവീസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ്. എന്നാൽ മൊബൈൽ വിൽക്കുന്ന കടയിൽ എന്താണ്, ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയല്ല നമ്മൾ എന്ത് അഡ്വർടൈസ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മുടെ ട്രേഡിങ്ങിനെ പ്രൊമോഷൻ ചെയ്യാനാണ്. അപ്പോൾ മൊബൈൽ വിൽക്കുന്ന കടയിൽ മൊബൈൽ സർവീസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. എന്നാൽ സർവീസ് വേറെ ഏത് സർവീസ് പർച്ചേസ് ചെയ്താലും അതെന്തായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മുടെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് അല്ലെങ്കിൽ എന്താണ്, അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ വരണം അക്കൗണ്ടിങ് വൗച്ചറിന്റെ ഇത് എങ്ങനെ ടാലിയുടെ അകത്ത് പോസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് വൗച്ചറിന്റെ അകത്ത് വരിക, F9 പ്രസ് ചെയ്യുക. നമ്മളുടെ അകത്ത് ഇപ്പൊ അത് കിടക്കുന്നത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഐറ്റം വിൽക്കുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. എന്നാൽ സർവീസ് വിൽക്കുന്ന ഫോർമാറ്റിലേക്ക് കൊടുക്കുക. ദെൻ ടെമ്പററി ആയിട്ട് ഇൻവോയ്സ് നമ്പർ കൊടുക്കുക, INB/01/2020. പോസ്റ്റ് ഡേറ്റ് വിൽ ബി സെയിം തന്നെ. അതാ പോസ്റ്റ് ഡേറ്റ് അല്ല, ഇൻവോയ്സ് ഡേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2020. Alt F2 പ്രസ് ചെയ്ത് ഫിനാൻഷ്യൽ കറക്റ്റ് ആക്കുക. F2 പ്രസ് ചെയ്ത് എന്താണ് ഡേറ്റ് കൊടുക്കുക. ഇത് ബില്ല് നമ്മൾ ബില്ല് പോസ്റ്റ് ചെയ്യുന്നത് 1/5/2020 നമ്മുടെ ടാലി സോഫ്റ്റിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. പാർട്ടിയുടെ പേര് കൊടുക്കുക. പാർട്ടിയുടെ പേര് എന്താണ്? ടെക് മീഡിയ എന്നാണ്. ടെക് മീഡിയ എന്ന് പറഞ്ഞ് കൊടുക്കുക. ദെൻ ഇയാൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ആരായിരിക്കും? സൺട്രി ക്രെഡിറ്റർ ആണ്. പിന്നെ എന്താണ് വേണ്ടത്? മെയിൻറ്റെയിൻ ബിൽ വേസ് ഡീറ്റെയിൽസ് എന്നുള്ളത് ആക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ GST നമ്പർ നോക്കിയിട്ട് ആദ്യത്തെ 2 ഡിജിറ്റ് ഏതാണ്? 19 എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. അത് സെലക്ട് ചെയ്യുക. പിന്നെ എന്താണ് അയാളുടെ GST ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക? അയാളുടെ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചേക്കുന്നത്. പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അയാൾ GST ഏത് രീതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു? റെഗുലർ സ്കീമിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ GST നമ്പർ ജസ്റ്റ് കോപ്പി ചെയ്യുക. Ctrl Alt V ഉപയോഗിച്ചുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. GST ഡീറ്റെയിൽസ് സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് ആക്കുക. ഇനി ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ അസസ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന അത് ടെറിട്ടറി മേഖലയിലുള്ള പാർട്ടിയാണെങ്കിൽ, ഇ കൊമേഴ്സ് ഡീലർ ആണെങ്കിൽ, ഡീംഡ് എക്സ്പോർട്ടർ ഒക്കെ ആണെങ്കിൽ എന്താണ് കൊടുക്കുക. അല്ല, ട്രാൻസ്പോർട്ടർ ഒക്കെ ആണെങ്കിൽ തൽക്കാലം നോ കൊടുക്കുക. ദെൻ എന്ത് സർവീസാണ് പർച്ചേസ് ചെയ്യുന്നത് കൊടുക്കുക. Alt C ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഏത് സർവീസാണ് പർച്ചേസ് ചെയ്യുന്നത്? അഡ്വർടൈസ്മെന്റ് സർവീസാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് സർവീസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അതെന്തായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി സർവീസ് പർച്ചേസ് ചെയ്യുന്ന ലെഡ്ജറിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും നമ്മൾ എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ GST ഡീറ്റെയിൽസും ആ സർവീസ് പർച്ചേസ് ചെയ്യുമ്പോഴത്തെ ടാക്സ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ GST എന്നുള്ളത് ആ പർട്ടിക്കുലർ സർവീസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് കൊടുക്കുക? GST ഡീറ്റെയിൽസ് എന്നുള്ളത് ആപ്ലിക്കബിൾ ആക്കുക. സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താക്കുക? യെസ് ആക്കുക. അതിൻ്റെ ഉള്ളിൽ ഏത് സർവീസാണ് പർച്ചേസ് ചെയ്യുന്നത്? അഡ്വർടൈസ്മെന്റ് സർവീസാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്.
ദെൻ എന്ത് കൊടുക്കുക, എൻ്റർ അടിച്ച് വരിക, HSM കോഡ് ടെമ്പററി ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഇനി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ നമുക്കറിയാലോ, സ്വന്തം സ്റ്റേറ്റിൽ നിന്നല്ല വേറെ സ്റ്റേറ്റിലെ സപ്ലയറൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ എന്ത് രീതിയിലുള്ള പർച്ചേസ് ആയി മാറി, ഇത് ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ആയി മാറി. കാരണം വേറൊരു സ്റ്റേറ്റിലെ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. സോ എന്താണ്, ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ടാക്സിബിൾ ആണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ അല്ല. കാരണം നമ്മൾ എന്താണ്, അൺരജിസ്റ്റേഡ് ഡീലറുടെ കയ്യിൽ നിന്നല്ല വാങ്ങുന്നത്. 18% GST ആണ് ആയേക്കുന്നത്. ദെൻ സർവീസ് എന്ന് പറഞ്ഞ ഇനി ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഏതാണ്, സർവീസ് ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. എത്രയാണ്, 45,000 രൂപയുടെ സർവീസാണ് പർച്ചേസ് ചെയ്യുന്നത് കൊടുക്കുക. പിന്നെ വീണ്ടും എൻ്റർ അടിക്കുമ്പോൾ എന്ത് വരുന്നു, നമുക്ക് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുക, ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ടാക്സിബിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ ഇവിടെ വരുന്ന ഏതൊക്കെ ആയിരിക്കും, നമ്മൾ വേറൊരു സ്റ്റേറ്റിലെ പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. സോ നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരാണ്, നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ്, ആ സപ്ലയർ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് IGST ആയിരിക്കും. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. GST ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GSTയുടെ കീഴിൽ വരുന്ന ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ്. ഇന്റഗ്രേറ്റഡ് ടാക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. കൺട്രോൾ A ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. നോക്കി ഇവിടെ എമൗണ്ട് വന്നിട്ടില്ലേ. ഇനി ഇവിടെ 100F എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ നരേഷൻ കൊടുക്കുക, ബീയിങ് സർവീസസ് ബീയിങ് അഡ്വർടൈസ്മെന്റ് സർവീസസ് പർച്ചേസ്ഡ്. ഓക്കെ, ഇനി ഇത് എവിടെയൊക്കെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ ടെക് മീഡിയ എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്റർ ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡ് കൂടുതലുണ്ട്. അഡ്വർടൈസ്മെന്റ് സർവീസ് എന്ന് പറയുന്ന ട്രേഡിംഗ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇൻപുട്ട് IGST എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ. ദേ ഏറ്റവും ആദ്യമേ നമുക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. ദേ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, അവിടെ എന്താണ്, ഒരു ഇൻപുട്ട് IGST 81,000 രൂപ ഉണ്ടായിട്ടുണ്ട്. അല്ല 8,81,000 രൂപ. ദെൻ എന്താണ്, സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റർ ഉണ്ടായിട്ടുണ്ട്. ദെൻ എന്താ സംഭവിച്ചേക്കുന്നത്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 4,50,000 രൂപ ഉണ്ടായിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സർവീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് വേഴ്സിന്റെ ഉള്ളിൽ. ഇനി ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയാലോ. ബീം പർച്ചേസ്ഡ് മെഷീനറി ഫ്രം ചിന്നു എന്റർപ്രൈസസ് മെഷീനറി ലിമിറ്റഡ്. ഓക്കെ എന്ന് പറയുന്നത് അതെന്താണ്, നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഫിക്സഡ് അസറ്റിനെ GST വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിൽ തന്നെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് എന്താണ്, ഫിക്സഡ് അസറ്റ് ജസ്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റും, അത് നമ്മൾ പർച്ചേസ് വൗച്ചർ എടുക്കുക. പർച്ചേസ് വൗച്ചറിന്റെ അകത്ത് നമ്മൾ സർവീസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതേ സെയിം രീതിയിൽ തന്നെയാണ് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെ കൊടുക്കാൻ പറ്റും, ഏറ്റവും ആദ്യം INV/02/2020. ദെൻ എന്താണ്, പോസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറയുന്നത് 2 May തന്നെയാണ് കൊടുക്കുന്നത്. ആളുടെ F2 പ്രസ് ചെയ്ത് എന്താണ്, ഫിനാൻഷ്യറും F2 പ്രസ് ചെയ്ത ഡേറ്റും കൊടുക്കുക. ദെൻ പാർട്ടിയുടെ പേര് കൊടുക്കുക, ചിന്നു എന്റർപ്രൈസസ്. ആരായിരിക്കും, സൺട്രി ക്രെഡിറ്റർ ആണ് ആള്. ഇതെന്താണ്, പാൻ കാർഡ് നമ്പർ കൊടുക്കുക. പാർട്ടിയുടെ GSTയുടെ അകത്തെ 10 ഡിജിറ്റ് ആണ് പാൻ കാർഡ് നമ്പർ എന്ന് പറയുന്നത്. Ctrl+C ഉപയോഗിച്ച് കോപ്പി ചെയ്യുക, Ctrl+Alt+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. റെഗുലർ ആണ് ആയ സപ്ലയർ എന്ന് പറയുന്നത്. GST നമ്പറും കൊടുക്കുക അതേ സെയിം രീതിയിൽ. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് യെസ് ആക്കുക. ഇതിന്റെ അകത്ത് നമുക്ക് ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങുന്ന സപ്ലയർ, ടെറിട്ടറി മേഖലയോ ഇൻകോമേഴ്സ് ഡീലറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ അടിച്ച് സേവ് ചെയ്യുക. ഇനി എന്താ വേണ്ടത്, നമുക്ക് മിഷനറി എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റിന്റെ ലെഡ്ജറാണ് വേണ്ടത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുക, മിഷനറി ഇതിൽ നിന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക Alt+C ഉപയോഗിച്ചുകൊണ്ട്. ദെൻ മിഷനറി എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതെന്താണ്, ഫിക്സഡ് അസറ്റ് ആണ്. ഇനി ഈ സർവീസിന്റെ കാര്യത്തിലും അതെ, ലെഡ്ജർ മിഷനറിയുടെ കാര്യത്തിലും അതെ, അതാത് സർവീസിന്റെ അതാത് ഫിക്സഡ് അസറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജറിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും എന്താ GST റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന നേച്ചർ ഓഫ് ട്രാൻസാക്ഷനും. സോ GST ആപ്ലിക്കബിൾ എന്നുള്ളത് എന്താക്കുക, യെസ് ആക്കുക. നമ്മൾ എന്താണ്, ഡിസ്ക്രിപ്ഷൻ മിഷനറി എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നേച്ചർ ഓഫ് പർച്ചേസ്, നമ്മൾ സാധനം വാങ്ങുന്നത് എങ്ങനെയാണ്, HSM കോഡ് കൊടുക്കുക. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് ആയതുകൊണ്ട് എന്താണ്, പർച്ചേസ് ടാക്സബിൾ ആണ്. ഇനി നേച്ചർ ഓഫ് ഗുഡ്സ്, അതായത് നമ്മൾ ഗുഡ്സ് അല്ല, ട്രേഡിംഗ് ഗുഡ്സ് അല്ല വാങ്ങുന്നത്, നമ്മൾ ഫിക്സഡ് അസറ്റ് ആണ് വാങ്ങുന്നത്. സോ ക്യാപിറ്റൽ ഗുഡ്സ് ആണത്. ദെൻ റിവേഴ്സ് ചാർജ് ഇല്ല, 18% കൊടുക്കുക.
ഇവിടെ ഗുഡ്സ് എന്നുള്ളത് മാറ്റി അല്ല സർവീസ് എന്നുള്ളത് മാറ്റി എന്താണ് ഗുഡ്സ് എന്ന് കൊടുക്കുക. ഗുഡ്സ് തന്നെയാണ്. എന്ത് ഗുഡ്സ് ആണ്? ക്യാപിറ്റൽ ഗുഡ്സ്. ഒരു 50,000 രൂപയുടെ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ദെൻ സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് ആയതുകൊണ്ട് വീണ്ടും നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ കൊടുക്കണം. എങ്ങനെ? പർച്ചേസ് ടാക്സിബിൾ എന്ന് പറഞ്ഞുകൊണ്ട്. ദെൻ ഇവിടെ വരുന്ന ടാക്സ് റേറ്റ് ഏതൊക്കെ ആയിരിക്കും? ഇൻപുട്ട് സ്വന്തം സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇൻപുട്ട് CGST GSTയുടെ കീഴിലാണ് വരുന്നത്. സെൻട്രൽ ടാക്സ് ആണ് വരുന്നത്. ദെൻ ഇൻപുട്ട് SGSTയും ആയിരിക്കും വരുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, GST, സ്റ്റേറ്റ് ടാക്സ്. ഓക്കെ, ഇത് എവിടെയൊക്കെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്? ഇത് നമ്മുടെ നമ്മൾ വാങ്ങിക്കുന്ന സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റിയും കൂടി മിഷനറി എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റും കൂടി ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിലൊക്കെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. നരേഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. ദെൻ നോക്കിയേ, ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൂടിയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസും കൂടിയിട്ടുണ്ട്. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ദെൻ ക്രെഡിറ്റർ എന്ന് പറയുന്നതും കൂടി. ഇതെന്താണ്? നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അകത്ത് സോറി, ട്രാൻസാക്ഷൻ സേവ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചെയ്യാം. INB നോക്കട്ടെ. നമ്മുടെ 31/4 സോറി 31/3. ആ ട്രാൻസാക്ഷൻ സേവ് ആകത്തോണ്ടാണ് വരാത്തത്. നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. അക്കൗണ്ട് വൗച്ചേഴ്സിന്റെ അകത്ത് വരിക, ബിൽ നമ്പർ കൊടുക്കുക 02/2020-2020-21. പോസ്റ്റിംഗ് ഡേറ്റ്, ഇൻവോയ്സ് ഡേറ്റ് കൊടുക്കുക. പോസ്റ്റിംഗ് ഡേറ്റ് ആൾട്ട് F2 പ്രസ് ചെയ്ത് സെയിം തന്നെ കൊടുക്കുക. F2 പ്രസ് ചെയ്ത ഡേറ്റും കൊടുക്കുക. സെയിം തന്നെയാണ് കൊടുക്കുന്നത്. പാർട്ടി പേര് ചിന്നു എന്റർപ്രൈസസ്. ഇതെന്താണ്? അസറ്റ് എന്ന് പറയുന്ന മെഷീനറിയാണ്. ഒരു 50,000 രൂപയുടെ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പർച്ചേസ് ടാക്സിബിൾ തന്നെയാണ്. പിന്നെന്താണ്? ഇൻപുട്ട് CGST, ദെൻ ഇൻപുട്ട് SGST. ദെൻ നരേഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. എന്തായി? അത് സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യം നമ്മുടെ അക്കൗണ്ട് വൗച്ചേഴ്സിന്റെ അകത്ത് ഈ ഒരു ട്രാൻസാക്ഷൻ എവിടെയൊക്കെ റിഫ്ലക്ട് ചെയ്യും? അസറ്റ് ആയതുകൊണ്ട് മെഷീനറി എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റിലും അതുപോലെ ചിന്നു എന്റർപ്രൈസ് എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്ററുമാണ്. രണ്ടും ബാലൻസ് ഷീറ്റ് വരുന്ന ഐറ്റമാണ്. മിഷനറി ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ കീഴിലും അതുപോലെ തന്നെ എന്താണ് ചിന്നു എന്റർപ്രൈസ് എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്ററുമാണ്. അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, നമ്മൾ അടച്ചു വയ്ക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറന്റ് ലയബിലിറ്റി ആണ്. അതെവിടെ കാണും? ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്ന കറന്റ് ലയബിലിറ്റിയിൽ കാണാം. നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽ ആക്കി. കറന്റ് ലയബിലിറ്റി നോക്കിയേ, നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നമ്മൾ 4,500 വെച്ച് ടാക്സ് ഗവൺമെന്റിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? സൺട്രി ക്രെഡിറ്റർ നോക്കി, 2 പാർട്ടീസ് ആണുള്ളത്. സൺട്രി ക്രെഡിറ്റർ ചിന്നു എന്റർപ്രൈസസ് കൂടി. പിന്നെന്താണ്? ബാലൻസ് ഷീറ്റിന്റെ ഉള്ളിൽ നമ്മുടെ ഫിക്സഡ് അസറ്റ് മിഷനറി എന്നുള്ളതും കൂടി. ഓക്കെ, ഇത്രയുമാണ് പർച്ചേസുമായി ബന്ധപ്പെട്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്നാണ് ഇരിക്കട്ടെ. അതായത് നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്നാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടി നമ്മൾ അക്കൗണ്ട് വൗച്ചേഴ്സിന്റെ അകത്ത് വരിക. നമ്മൾ സ്വന്തം സ്റ്റേറ്റിൽ തന്നെ സ്വന്തം സ്റ്റേറ്റിൽ തന്നെ ഒരു പാർട്ടി സാനു എന്ന് പറയുന്ന ഒരു അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് എന്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ആ കാര്യത്തിൽ എന്ത് ചെയ്യും? നമ്മൾ അൺരജിസ്റ്റേർഡ് നമ്മുടെ സപ്ലയർ എന്ന് പറയുന്നത് സ്വന്തം സ്റ്റേറ്റിലാണെങ്കിലും ശരി, വേറെ സ്റ്റേറ്റിലെ സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി, GST ചെയ്യാത്ത ഒരു അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ഗുഡ്സിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ട് നമ്മൾ തന്നെ ഗവൺമെന്റിലേക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന അടയ്ക്കണം. പക്ഷേ എന്താണ്? സപ്ലയറുടെ കയ്യിൽ ഒരിക്കലും എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഗുഡ്സിന്റെ വില മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അതെവിടെ ചെയ്യണം? നമ്മൾ പർച്ചേസ് വൗച്ചറിന്റെ അകത്ത് വരിക, KGF ടാലിയുടെ വിൻഡോയിൽ. ദെൻ F9 പ്രസ് ചെയ്യുക. ദെൻ ഇതേതാണ്? സർവീസ് ഫോർമാറ്റ് ആണ്. ഐറ്റം ഫോർമാറ്റിലേക്ക് ആക്കുക. ടെമ്പററി ആയിട്ട് ഒരു ബില്ല് കൊടുക്കുക 0103/2020-21.
ഇൻവോയ്സ് ഡേറ്റ് തൽക്കാലം എന്താണ് സെയിം തന്നെ 1/5/2020 എന്ന് പറഞ്ഞു കൊടുക്കാം. ആളുടെ F2 പ്രസ് ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ കൊടുക്കുക. F2 പ്രസ് ചെയ്ത് എന്താണ് പോസ്റ്റിംഗ് ഡേറ്റും കൊടുക്കുക, മെയ് മാസം തന്നെ. പാർട്ടിയുടെ പേര് കൊടുക്കുക സാനു എന്ന് പറഞ്ഞുകൊണ്ട്. ആരായിരിക്കും? സൺട്രി ക്രെഡിറ്റർ ആണ് ആള് അല്ലേ. സാനു എന്ന് പറയുന്ന പാർട്ടി എന്താണ്? സൺട്രി ക്രെഡിറ്റർ ആണ്. സോ ഇയാൾക്ക് സ്റ്റേറ്റ് കേരള തന്നെ കൊടുക്കുക. അപ്പൊ GSTയിൽ ഇയാൾക്ക് എന്താണ്? രജിസ്ട്രേഷൻ ഇല്ല, അതുകൊണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, അൺരജിസ്റ്റേർഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സോ എന്താണ്? നമുക്ക് GST നമ്പർ കൊടുക്കേണ്ട കാര്യമില്ല. സെറ്റ് ഓർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താക്കുക? എസ് ആക്കുക. ദെൻ പർച്ചേസ് ലെഡ്ജർ കൊടുക്കുക. പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് ഐറ്റം ഏതെന്ന് കൊടുക്കുക. GST എന്നുള്ള പർച്ചേസ് ലെഡ്ജറിന്റെ അകത്ത് GST ആപ്ലിക്കബിൾ എന്നുള്ളത് എന്താക്കുക? ആപ്ലിക്കബിൾ കൊടുക്കുക. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് തൽക്കാലം എന്താണ്? നോ കൊടുക്കുക. ഗുഡ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ദെൻ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്താണ്? പർച്ചേസ് ടാക്സിബിൾ ആണ്. ഇനി സ്റ്റോക്ക് ഐറ്റം ഏതെന്ന് കൊടുക്കുക. സ്റ്റോക്ക് ഐറ്റം ഏതാണ്? റെഡ്മി നോട്ട് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ്. റെഡ്മി നോട്ട്. അതെന്താണ്? ഗ്രൂപ്പ് കൊടുക്കുക. ആൾട്ട് സി ഉപയോഗിച്ചുകൊണ്ട്. ഏതാണ്? മൊബൈൽ എന്ന് പറയുന്നതാണ്, സാംസങ് എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ്, സാംസങ്. ഇനി എന്താണ്? കാറ്റഗറി കൊടുക്കണ്ടേ? കാറ്റഗറി എന്ന് പറയുന്ന ഫംഗ്ഷൻ എനേബിൾ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? F11 ഫീച്ചറിൽ പോയിട്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡിൽ വെച്ചുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് കാറ്റഗറി എനേബിൾ ചെയ്യണമെങ്കിൽ എവിടെ പോകണം? നമുക്ക് F11 ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ അകത്ത് മെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ് എന്നുള്ളത് എസാക്കുക. മെയിൻ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളത് എസാക്കുക. കൺട്രോൾ A ഉപയോഗിച്ച് സേവ് ചെയ്യുക. കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. മൊബൈല്. ഇനി യൂണിറ്റ് എന്നുള്ളതും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പീസസ്. UKC കോഡ് എന്ന് പറയുന്നത് എന്താണ്? പീസസ് എന്ന് തന്നെയാണ്. ഇനി എന്താണ്? ഈ പ്രോഡക്റ്റിന്റെ GST റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ റെഡ്മി നോട്ട് എന്ന് പറയുന്ന ഫോണാണ് വാങ്ങുന്നത്. റെഡ്മി നോട്ട്. ദെൻ HSM കോഡ് ടെമ്പററി ആയിട്ടുള്ള ഓർഡർ അടിച്ചു കൊടുക്കുക. കാൽക്കുലേഷൻ ടൈപ്പ് ടാക്സിബിൾ ആണ്. റിവേഴ്സ് ചാർജ് മെക്കാനിക്സം എന്നുള്ളത് എന്താക്കുക? നമ്മൾ ഗുഡ്സ് വാങ്ങുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? നമ്മൾ GST രജിസ്റ്റർ ചെയ്യാത്ത ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ്. സോ ഗുഡ്സിന്റെ വില മാത്രം അയാളുടെ കൈ കൊടുക്കും. ടാക്സ് എമൗണ്ട് നമ്മൾ തന്നെ ഗവൺമെന്റിലേക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം ഒക്കെ പേ ചെയ്യും. സോ എന്ത് ചെയ്യുക? നമ്മൾ പാർട്ടിയുടെ പേര് കൊടുക്കുക. പാർട്ടിയുടെ പേര് കൊടുക്കുന്നതിന് പകരം എന്താണ്? അൺരജിസ്റ്റേർഡ് ഡീലർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ ഈ ടാക്സ് എമൗണ്ട് നമ്മൾ തന്നെ ഗവൺമെന്റിലേക്ക് എന്ത് മെക്കാനിസം ഒക്കെ തന്നെ പേ ചെയ്യുന്നു, റിവേഴ്സ് ചാർജ് മെക്കാനിസം ഒക്കെ പേ ചെയ്യുന്നു. നമ്മൾ അന്നേരം എന്താണ്? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ സ്റ്റോക്ക് ഐറ്റം ടാലിയുടെ അകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ GST റേറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ളത് എന്താക്കുക? യെസ് ആക്കുക. 18% ഇൻട്രസ്റ്റ് റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗുഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ റെഡ്മി നോട്ട് ഗോഡൗൺ എന്നുള്ളത് തൽക്കാലം ഞാൻ മെയിൻ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇടപ്പള്ളി. ദെൻ ഒരു 100 പീസാണ് പർച്ചേസ് ചെയ്യുന്നത്. 100 പീസ് പർച്ചേസ് ചെയ്തു 15,000 രൂപ വെച്ച്. ഇനി ഇങ്ങോട്ട് നോക്കി. ഇതിന് ഇൻപുട്ട് CGST ഇൻപുട്ട് SGST അടിച്ചാൽ വരുമോ? ഇല്ല. സോ നമ്മൾ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? ടാക്സ് കാണിക്കേണ്ട കാര്യമില്ല. ദെൻ രണ്ടടിക്കുക. കാരണം നമുക്ക് GST ചെയ്യാത്ത സപ്ലയറെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുമ്പോൾ അയാൾ തരുന്നത് എന്തായിരിക്കും? അയാൾ ടാക്സ് ഫ്രീ അഥവാ ടാക്സ് ഇല്ലാത്ത ഇൻവോയ്സ് ആയിരിക്കും തരുന്നത്. പേജപ്പ് എടുത്ത് നോക്കി. ഇയാളുടെ ബില്ല് പ്രിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അയാൾ തരുന്ന ബില്ല് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ഇൻവോയ്സ് ആയിരിക്കും തരുന്നത് അല്ലേ. പ്രൊഡക്റ്റിന്റെ എണ്ണം മാത്രമേ ഉള്ളൂ, പ്രൊഡക്റ്റിന്റെ പേര് മാത്രമേ ഉള്ളൂ. ദെൻ ഇയാൾക്ക് ഇനി ഈ പ്രൊഡക്റ്റിന്റെ കാശ് മാത്രം, അതായത് 15 ലക്ഷം രൂപ എന്നുള്ള പൈസ മാത്രം എന്താണ് അയാളുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നു. റെഡ്മി നോട്ട് എന്ന് പറഞ്ഞ് വാങ്ങിയത്. ഇനി ഇയാൾക്കുള്ള ടാക്സ് എമൗണ്ട് നമ്മൾ എങ്ങനെ കാണാൻ പറ്റും? ഇയാൾക്ക് അതായത് ഇപ്പൊ സാനു എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ ക്യാഷ് എമൗണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് അടക്കണം. ആരാണോ വാങ്ങുന്ന കസ്റ്റമർ അയാൾ തന്നെ ഗവൺമെന്റിലേക്ക് അടക്കണം. അപ്പൊ ആ പ്രൊഡക്റ്റിന്റെ വില മാത്രമേ നമ്മൾ അടിക്കുന്ന ബില്ലിൽ കാണുകയുള്ളൂ. ടാക്സ് എത്രയെന്ന് നമുക്ക് അറിയണ്ടേ? നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന കസ്റ്റമർ അടക്കേണ്ട ടാക്സ് എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർച്ചേസ് വൗച്ചറിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ടാക്സ് അനാലിസിസ് അഥവാ ആൾട്ടെ എന്ന് പറയുന്ന ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൻ്റെ അകത്ത് ആൾട്ടെ പ്ലസ് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റിന് 1,35,000 രൂപ വെച്ച് 1,35,000 രൂപ വെച്ച് CGST SGST ആയിട്ട് റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന തന്നെ ആ കസ്റ്റമർ തന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നു. അത് എങ്ങനെയാണെന്ന് മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഉള്ള ട്രീറ്റ്മെന്റ്. ഇനി നമ്മൾ കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇതേ സെയിം പ്രൊഡക്റ്റ് കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്നാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങോട്ട് നോക്കുക. ഗുഡ്സ് ഇസ് പർച്ചേസ് ഫ്രം കോമ്പോസിഷൻ ഡീലർ അല്ലേ. കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്നാണ് എന്ത് നമ്മൾ ഗുഡ്സ് വാങ്ങുന്നതെങ്കിൽ നോക്കുക.
മീനു എന്ന് പറയുന്ന എന്റർപ്രൈസസ് എന്ന് പറയുന്ന കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങുന്നുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. അതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ വില മാത്രം അയാളുടെ കയ്യിൽ കൊടുക്കും, ടാക്സേ ഇല്ല കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു പ്രൊഡക്റ്റിനും. ഓക്കെ, ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ തൽക്കാലം ബില്ല് കൊടുക്കുക INV/030/4/2020-21. പോസ്റ്റ് ഡേറ്റ് സെയിം തന്നെ, ബിൽ ഡേറ്റും സെയിം തന്നെ. ആൾട്ട് F2 പ്രസ് ചെയ്ത് ഫിനാൻഷ്യൽ കറക്റ്റ് ആക്കുക, F2 പ്രസ് ചെയ്ത് ഡേറ്റും കറക്റ്റ് ആക്കുക. ദെൻ പാർട്ടിയുടെ പേര് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആരാണ് പാർട്ടിയുടെ പേര്? മീനു എന്റർപ്രൈസ് എന്നാണ് പാർട്ടിയുടെ പേര്. സോ എന്ത് ചെയ്യുന്നു, മീനു എന്റർപ്രൈസസ് ജസ്റ്റ് Ctrl+C ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു, Ctrl+Alt+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഇയാൾ ആരായിരിക്കും? സൺഡേ, ക്രെഡിറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് അയാൾ ഏത് സ്റ്റേറ്റിലെ പാർട്ടിയാണ്. GST നമ്പർ ഉണ്ടാകും, പക്ഷെ എന്തുണ്ടാവില്ല, ജസ്റ്റ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. പക്ഷെ GST നമ്പർ നോക്കിയിട്ട് സ്റ്റേറ്റ് മര്യാദയ്ക്ക് കൊടുക്കുക. കേരള തന്നെയാണ്, 32. ദെൻ പാൻ കാർഡ് കൊടുക്കുക, GST നമ്പറിന്റെ 10 ഡിജിറ്റ്. എന്താണ് റെഗുലർ എന്നുള്ളത് മാറ്റി എന്ത് കൊടുക്കണം, കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കൊടുക്കണം. അയാളുടെ GST നമ്പർ എന്നിട്ട് എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ Ctrl+Alt+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. സെറ്റ് ആളുടെ GST ഡീറ്റെയിൽസ് എസ് ആക്കുക. ദെൻ ഇയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഐറ്റം ഏതാണ്, പർച്ചേസ് കൊടുക്കുക. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്വന്തം സ്റ്റേറ്റിൽ തന്നെ കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്നാണ്. നമുക്ക് ഇപ്പോൾ കോമ്പോസിഷൻ ഡീലർ ആയിട്ടുള്ള ഞാൻ ബിസിനസ്സുകാരനാണ്, കോമ്പോസിഷൻ സ്കീമിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് കേരളത്തിലുള്ള ആൾക്ക് മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സ്ഥാപനം ഏത് സ്റ്റേറ്റിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിലുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഗുഡ്സ് ഗുഡ്സ് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ ഏത് പ്രോഡക്റ്റ് തന്നെയാണ്, റെഡ്മി നോട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഗോഡൗൺ എവിടെയാണ്? എടപ്പള്ളി ഗോഡൗൺ ആണ്. ഒരു 100 പീസ് എഗൈൻ വാങ്ങി 15,000 രൂപ വെച്ചുകൊണ്ട്. പക്ഷെ എന്തില്ല, നമുക്ക് ഈ പ്രൊഡക്റ്റിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇൻപുട്ട് CGST എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ടോ? എമൗണ്ട് വരില്ല. അപ്പോൾ ആ കോമ്പോസിഷൻ ഡീലർ തരുന്ന ബില്ലും എങ്ങനെയായിരിക്കും, നമുക്ക് ടാക്സ് ഫ്രീ ഇൻവോയ്സ് ആയിരിക്കും. ഓക്കെ, നോക്കിയേ, R+P അടിച്ചു കഴിഞ്ഞാൽ അയാൾ തരുന്ന ബില്ലും എന്ന് പറയുന്നത് എന്തായിരിക്കും, ടാക്സ് ഫ്രീ ഇൻവോയ്സ് ആയിരിക്കും. ഇതാണ് കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തെ ട്രീറ്റ്മെന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ സർവീസ് പർച്ചേസ് ചെയ്യുന്ന പഠിച്ചു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന പഠിച്ചു, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന പഠിച്ചു. 3 രീതിയിലുള്ള പാർട്ടീസിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെയിൽസ് വൗച്ചർ ആണ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടിയാണ്. ഞാൻ ഗുഡ്സ് വിൽക്കുന്നത് ഏത് പാർട്ടിക്കും ആയിക്കോട്ടെ. അത് കോമ്പോസിഷൻ ഡീലർ ആവണമെന്നില്ല, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടി ആണെങ്കിലും ശരി, കോമ്പോസിഷൻ ഡീലർ ആയിക്കോട്ടെ. അല്ല, ഇപ്പോൾ ഞാൻ GST രജിസ്റ്റർ ഒരു സപ്ലയർ ആണ്. എൻ്റെ കടയിൽ നിന്നും ഗുഡ്സ് വാങ്ങിക്കൊണ്ട് പോകുന്ന കസ്റ്റമർ ഏത് ടൈപ്പ് ഉള്ളതാണെന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ GST റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയാണെങ്കിൽ എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള റേറ്റ് ഉണ്ട്. ഗുഡ്സ് വിൽക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റേറ്റ് ഉണ്ട്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് ആയിരിക്കാം, കൺസ്യൂമർ ആയിരിക്കാം, GST രജിസ്ട്രേഷൻ ഉള്ള കോമ്പോസിഷൻ ഡീലർ ആയിരിക്കാം. ഇനി റെഗുലർ സ്കീമിൽ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടി ആയിരിക്കാം. ഏത് പാർട്ടി ആണെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് എന്ത് വാങ്ങാം, ടാക്സ് കളക്ട് ചെയ്യാം. ഓക്കെ, ആകെ ശ്രദ്ധിച്ചാൽ മതി അയാൾ സ്വന്തം സ്റ്റേറ്റിലെ കൺസ്യൂമർ ആണോ അതോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ കൺസ്യൂമർ ആണോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഗുഡ്സ് വിറ്റിട്ടുണ്ട് അന്ന എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക്. അത് കേരളത്തിലെ തന്നെ ഒരു പാർട്ടിയാണ് അല്ലേ. അത് സെയിൽസ് വൗച്ചറിന്റെ അകത്ത് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കുക. അക്കൗണ്ട് വൗച്ചേഴ്സ് എടുക്കുക, F8 പ്രസ് ചെയ്യുക. സെയിം രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ബിൽ നമ്പർ അടിക്കുക, 01/2020-21. പാർട്ടിയുടെ പേര് ക്രിയേറ്റ് ചെയ്യുക. പാർട്ടി ആരാണ്? അന്ന എന്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. കേരളത്തിലെ തന്നെ ഒരു കസ്റ്റമർ ആണ്. GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന, റെഗുലർ സ്കീം രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. സോ അന്ന എന്ന് പറഞ്ഞു കൊടുക്കുക. ആരായിരിക്കും ഇത്? പൈസ തരാനുള്ള വ്യക്തിയാണ്, സണ്ടർ ഡെപ്റ്റർ ആണ്. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താക്കുക, എസ് ആക്കുക. GST നമ്പർ നോക്കിയിട്ട് സ്റ്റേറ്റ് കൊടുക്കുക, കേരള തന്നെയാണ്. പാൻ കാർഡ് കൊടുക്കുക. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ GST നമ്പർ കൊടുക്കുക. ദെൻ Ctrl+Alt+V ഉപയോഗിച്ച് ഇനി GST ഡീറ്റെയിൽസ് എന്നുള്ള എസ് ആക്കുക. ഇതേ സെയിം രീതി തന്നെ നമ്മൾ വിളിക്കുന്ന കൺസ്യൂമർ ടെറിട്ടറി മേഖലയിലുള്ള പാർട്ടിയാണെങ്കിൽ, ഇ-കൊമേഴ്സ് ഡീലർ ആണെങ്കിൽ, ഡീംഡ് എക്സ്പോർട്ടിന് വേണ്ടിയുള്ള പാർട്ടിയാണെങ്കിൽ, ട്രാൻസ്പോർട്ടർ ഒക്കെ ആണെങ്കിൽ അത് എസ് ആക്കി കൊടുക്കുക. ഇനി വേണ്ടത് സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ സെയിൽസ് ലെഡ്ജർ എന്തായിരിക്കും? ഇത്
സെയിൽസ് ലെഡ്ജർ തന്നെ. ഇനി സെയിൽസ് ലെഡ്ജറിന്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. GST എന്നുള്ളത് ആപ്ലിക്കേബിൾ ആക്കുക. സെറ്റ് ഓൾഡ് GST ഡീറ്റെയിൽസ് വേണ്ട. കാരണം എന്താണ്, ഈ സെയിൽസ് ലെഡ്ജറിന്റെ കീഴിൽ വിൽക്കുന്ന ഓരോ സ്റ്റോക്ക് ഐറ്റത്തിനും ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും എന്ത്, ഇപ്പൊ പേന എന്ന് പറയുന്ന പ്രോഡക്റ്റിന് മൊബൈൽ ഫോൺ ഒന്നിന് 10% ആയിരിക്കും, അല്ല 18% GST എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ TV വിൽക്കുന്നുണ്ട്, 24% ആയിരിക്കും വരുന്നത്. നമുക്ക് സെയിൽസ് ലെഡ്ജറിന്റെ കീഴിൽ ഒരേ ഒരു ടാക്സ് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എന്ത് കൊടുക്കുക, സെയിൽസ് എന്ന് പറയുന്ന വൗച്ചറിന്റെ ഉള്ളിൽ ലെഡ്ജറിന്റെ ഉള്ളിൽ എന്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ടാക്സ് റേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. തൽക്കാലം സെറ്റ് ആൾഡ് GST ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താക്കുക, നോ ആക്കുക. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, F12 പ്രസ് ചെയ്ത് എന്താണ്, നമുക്ക് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, നമ്മുടെ വാങ്ങിക്കൊണ്ട് പോകുന്ന കസ്റ്റമറിന്റെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ കൊടുക്കാൻ വേണ്ടി അലോ മോഡിഫിക്കേഷൻ ടാക്സ് ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താക്കുക, യെസ് ആക്കുക. അപ്പോൾ നമുക്ക് ടാക്സ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത് വരും. സ്വന്തം സ്റ്റേറ്റിലെ കൺസ്യൂമർ ആണെങ്കിൽ സെയിൽസ് ടാക്സുകൾ എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഞാൻ കേരളത്തിൽ ബിസിനസ്സുകാരനാണ്, അത് ഞാൻ വിൽക്കുന്ന ഗുഡ്സും കേരളത്തിൽ തന്നെ ആ പാർട്ടിക്കാണെങ്കിൽ സെയിൽസ് ടാക്സുകൾ, ഇനി വേറെ സ്റ്റേറ്റിലെ പാർട്ടിയാണെങ്കിലോ ഇൻ ദ സ്റ്റേറ്റ് സെയിൽസ് ടാക്സുകൾ. തൽക്കാലം എന്തെന്ന് പറഞ്ഞു കൊടുക്കുക, സെയിൽസ് ടാക്സുകൾ എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുക. ഇവിടെ അൺരജിസ്റ്റർഡ് ഡീലർ, കോമ്പോസിഷൻ ഡീലർ ഒന്നുമില്ല. ഇനി പ്രോഡക്റ്റ് ഏതാണ്, റെഡ്മി നോട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഏത് ഗോഡൌണിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്, ഇടപ്പള്ളി എന്ന് പറയുന്ന ഗോഡൌണിലാണ് കൊടുത്തേക്കുന്നത്. പർച്ചേസ് ചെയ്തപ്പോൾ GST റേറ്റ് നമ്മൾ സെറ്റ് ചെയ്തു, അതുകൊണ്ട് GST റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 50 പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത്. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, നമ്മൾ 15,000 രൂപയ്ക്ക് വാങ്ങിയതാണ്, 18,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇനി നമ്മൾ കളക്ട് ചെയ്യുകയാണ് ടാക്സ്. അപ്പോൾ അതെന്തായിരിക്കും, ഇത് സ്വന്തം സ്റ്റേറ്റിലെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നമ്മൾ വാങ്ങുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും, ഇൻപുട്ട് അല്ല, ഔട്ട്പുട്ട് CGST യും ഔട്ട്പുട്ട് SGST യും ആയിരിക്കും. ഔട്ട്പുട്ട് CGST യും റിവേഴ്സ് ചാർജ് എന്നുള്ള എന്താക്കുക, തൽക്കാലം നോ കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും, ഔട്ട്പുട്ട് CGST യും പിന്നെന്താണ് വരുന്നത്, ഔട്ട്പുട്ട് SGST എന്നുമായിരിക്കും പറഞ്ഞു വരുന്നത്. സോ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, GST എന്നുള്ളത് എന്താണ്, ഔട്ട്പുട്ട് SGST, അണ്ടർ എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത് GST ആണ്, GSTയുടെ കീഴിൽ സ്റ്റേറ്റ് ടാക്സ്. ഓക്കെ, നമ്മൾ എങ്ങനെ വരുന്നു സെയിം രീതിയിൽ തന്നെ, പർച്ചേസ് വൗച്ചറിൽ എങ്ങനെ അടിച്ചോ അതേ സെയിം രീതിയിൽ തന്നെ ഔട്ട്പുട്ട് CGST, പ്രൊവൈഡ് GST ഡീറ്റെയിൽസ്, അത് ഇ-വേ ബില്ലിന്റെ കാര്യമാണ്. അതെന്താക്കുക, ജസ്റ്റ് എസ് ആക്കുക. എൻ്റെ അടിച്ച നരേഷൻ കൊടുത്തിട്ട് എന്താണ്, സേവ് ചെയ്യുക. പേജപ്പ് എടുത്ത് നോക്കി, Alt P ഉപയോഗിച്ച് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് നമ്മുടെ കസ്റ്റമറിന് ഗുഡ്സിന്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്ന ബില്ല് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ഈ വീഡിയോയിലൂടെ നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത് വരെയാണ് പഠിച്ചേക്കുന്നത്. സോ ബാക്കിയുള്ളത് നമുക്ക് എന്താണ് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം. താങ്ക് യു.